കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ്. മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയാണ് ഉണ്ടായത്. കണ്ണൻ നല്ല സന്തോഷത്തിലാണ്. കളഭാലങ്കാരുണ്ടായത് മുന്നൂലം ഭഗവതിക്കനാണ്. നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ട് ഒരു പൊന്നുണ്ണി കണ്ണനെ ചാർത്തിയിട്ടിട്ടുണ്ട്. നല്ല കൗതുകമുണ്ട് കാണാൻ. ആ തൃപ്പാദത്തിന് 2 തളകൾ ചാർത്തിയിട്ട് നല്ല വീതിയുള്ള തളകൾ ചാർത്തിയിട്ടുണ്ട്. കസവിൻ്റെ പട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞ കളഭത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച മഞ്ഞ പട്ടിൻ്റെ മുകൾ കസവോടുകൂടി ഞൊറിഞ്ഞു കൊടുത്തതാ തോന്നും. പാളസാറ് പോലെ എടുത്തത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അരയിലൊരു കിങ്ങിണി കാണാനുണ്ട്. കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു മുല്ലമൊട്ട് മാല ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു നെക്ലേസ് പോലത്തെ ഒരു മാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. നല്ല ആഭരണങ്ങളോട് കൂടിയിട്ടാണ് പൊന്നുണ്ണി കണ്ണൻ. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. എല്ലാം നല്ല വീതിയുള്ള പട്ട് ഇതൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയായിട്ട് 4 തൃക്കൈകളോട് കൂടിയിട്ടാണ് മഹാപ്രഭുവായിട്ടാണ് നാരായണനായിട്ടാണ് ശ്രീലകത്ത് പൊന്നുണ്ണി കണ്ണൻ നിൽക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ശംഖചക്ര ഗതാപത്മത്തോടു കൂടി ചതുർബാഹുവായിട്ടാണ് നാരായണനായിട്ട് ശ്രീലകത്ത് നിൽക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ശംഖും ചക്രം സ്വർണ്ണത്തിന് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ഗത ചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത്. പത്മം ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശംഖചക്ര ഗതാപത്മത്തോടു കൂടി നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണൻ്റെ രൂപം നല്ല ഭംഗിയുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. എല്ലാം ആ നെയ്വിളക്കിൻ്റെ ശോഭന ഇങ്ങനെ തിളങ്ങുക. ആ മാലകളും ഒക്കെ അത് തിളങ്ങുമ്പോൾ നല്ല കൗതുകമുണ്ട്. കണ്ണൻ്റെ പുഞ്ചിരി അതിലേറെ ഭംഗി. എന്തൊരു ഭംഗിയായിട്ടാണ് പുഞ്ചിരിക്കണത്. നല്ല തൂമന്ദഹാസം. അത്ര രസമായിട്ടാണ് പൊന്നുണ്ണി കണ്ണൻ്റെ ചിരിപ്പ്. ആ മുഖത്തേക്ക് നോക്കിയാൽ മതിയാവില്ല. നമുക്ക് അത്ര സ്നേഹത്തോടു കൂടി ഭക്തവാത്സല്യത്തോടു കൂടി നിൽക്കണം പൊന്നുണ്ണി കണ്ണൻ. ആ കണ്ണുകൊണ്ട് കടാക്ഷം ഉണ്ടല്ലോ, കരുണാർത്ഥരായ കടാക്ഷം. ഭക്തന്മാരൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശ്രീലകത്ത്. ശംഖചക്ര കഥാപത്മത്തോടു കൂടി നാരായണൻ. പൊന്നിൻകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻകിരീടത്തിൻ്റെ മുകളിൽ 2 തിരുമുടിമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. ഒന്ന് വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടുള്ള തിരുമുടിമാല, മറ്റേ താമരയോടുള്ളൊരു തിരുമുടിമാല. അങ്ങനെ 2 തിരുമുടിമാല. കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ കഴുത്തിൻ്റെ അവിടുന്ന് മുട്ടുകൈ വരെ വെളുത്ത പൂക്കൾ മാത്രമായിട്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് തുളസിപ്പൂവ്, പിന്നെ കുറച്ചധികം തെച്ചിപ്പൂവ്, പിന്നെയും തുളസിപ്പൂവ്, പിന്നെ കിഴപ്പട്ടയ്ക്ക് വെളുത്തപ്പൂക്കൾ മാത്രമായിട്ട്. അങ്ങനെ തൃപ്പാദത്തെങ്കിലേക്ക് നമുക്ക് തുളസിപ്പൂവായിട്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാലയാണ് കഴുത്തിൽ ചാർത്തിക്കുന്നത്. അങ്ങനെ 2 തിരുമുടിമാലയുടെയും ആ ഉണ്ടമാലയുടെയും നമ്മുടെ ഉള്ളിൽ നമ്മുടെ പൊന്നുണ്ണി കാണാൻ ശംഖചക്ര കഥാപത്മത്തോടു കൂടി ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നാരായണനായിട്ട് നിൽക്കുകയാണ്. ആ രൂപം നല്ല മനസ്സിൽ വിചാരിച്ച് നല്ല സന്തോഷവും ഭാവയ്ക്ക് നസ്സലായിട്ട് ചാർത്തിയിട്ട് നല്ല കൗതുകം. ശ്രീലകത്തേക്ക് നോക്കിയാൽ എന്നെ തിളക്കാണ്. അതുപോലെ ആ പൊന്നിൻകിരീടത്തിൻ്റെ മുകളിലത്തെ തിരുമുടിമാലകളുടെ മുകളിലായിട്ട് വിധാനമായിട്ട് 2-4 ഉണ്ടമാലകളുടെ താമരയും തുളസിയായിട്ടൊരു ഉണ്ടമാല. തുളസിപ്പൂ, കണ്ണന് പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടൊരു ഉണ്ടമാല. പിന്നെ തെറ്റി തുളസി, വെളുത്തപ്പൂവായിട്ട് തിരുമുടി ഉണ്ടമാല. അങ്ങനെ ഉണ്ടമാലകൾ 2-3 വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. അതും നല്ല കൗതുകമായിട്ട് കാണാൻ. ശ്രീലകത്തേക്ക് നോക്കി അത്ര കണ്ട് സന്തോഷവും ആകെ എന്നെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാരായണീയം ദശകം 69 ശ്ലോകം 9 മലയാള വിവർത്തനം. നൽകി മോദമിത ലോകമൊക്കെ രാസകേളിയതു നിർത്തി നീ സ്വേദബിന്ദുമണി മുത്തു ഞാത്തിരി രതിം സുന്ദരം വൃജവധൂജനം കാമപീഡിത മനസ്സിതങ്കന കൊതിച്ചു നിന്റെ മദനോത്സവം എത്ര സുന്ദരിയത്ര കൃഷ്ണ കമനീയ രൂപ നടനോത്സവം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണി കണ്ണൻ എന്ന മഹാപ്രഭുവായിട്ട് നാരായണനായിട്ട് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ സച്ചിദാനന്ദ കട്ടട ആ രൂപം കാണാൻ എന്തൊരു കൗതുകം അറിയോ. ആ രൂപം മനസ്സിൽ നല്ലോണം അങ്ങനെ വിചാരിച്ചോളൂ. ആനന്ദം വരും. അത്ര കണ്ട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഉണ്ണിക്കണ്ണൻ നമ്മളെ നോക്കി നിൽക്കുന്നത്. ആ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ച് ആ തളകെട്ടിയ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കുക. ആ പുഞ്ചിരി നോക്കേണ്ട നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കാം. നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.